രാമക്ഷേത്ര നിർമ്മാണം ചെറിയ പ്രോജക്റ്റ് ആയിരുന്നില്ല. ആജീവനാന്ത മെമ്പറാണ് രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ. എന്താ അദ്ദേഹത്തിന് നിയമം അറിഞ്ഞോളെ? പ്രൊഫഷണലിസം ഇല്ലേ? അതിനെ എത്ര മയപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാലും മോഷണം നടന്നിരുന്നു. Now he happened to be the ജനറൽ സെക്രട്ടറി ഓഫ് ദ ട്രസ്റ്റ്. അദ്ദേഹത്തിന് തലയിൽ ഈ ഭാരം വരും, ഈ ചീത്തപ്പേര് വരും. അങ്ങിപ്പോൾ ചമ്പത്രായെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വേണ്ടാത്ത പൊളിറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ് ഇതെല്ലാം. നിങ്ങൾക്ക് അതിനും ഒരു ലോജിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അഖിലേഷ് യാദവ് ചുവട് മാറ്റിയിട്ട് അഖിലേഷ് യാദവ് പറഞ്ഞു പരിഹാരം. അഖിലേഷ് യാദവ് ട്വിറ്ററിൽ എഴുതിയതാണ്. ഈ അലിഗേഷൻ റേസ് ചെയ്ത ആള് ഇപ്പൊ ആഭ്യന്തരമന്ത്രിയാകട്ടോ. മുഖ്യധാര മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്ത പ്രതികാര വാഞ്ചയുമായി യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോകുന്നു. Certain things you don't have any answer, it just happens. Everybody is wise after an incident. രാമനിലോ അയ്യപ്പനിലോ ചൊട്ടാനിക്കരയമ്മയിലോ ആറ്റുകാലമ്മയിലോ ഉള്ള വിശ്വാസവും കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അത് മാറാൻ പോകുന്നില്ല. ചെയ്തവർ പിടിക്കപ്പെടുന്നു എന്നുള്ളത് വിശ്വാസം ഊട്ടിയുറപ്പിക്കും എന്നുകൂടിയാണ് അങ്ങ് പറഞ്ഞു വയ്ക്കുന്നത്. കാരണം അത് വിശ്വാസമാണ്. അപ്പോൾ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് എന്നുള്ള സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുന്നു, അല്ലാതെ സിദ്ധാന്തം ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. ഒളിച്ചെഴുത്തിന്റെ മറ്റൊരു സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ശ്രീ TG മോഹൻദാസ്. നമസ്തേ സർ, സ്വാഗതം ഒരിക്കൽ കൂടി. ജാനുവരി 22, 2024 അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ. സംഘപരിവാർ മാത്രമല്ല, പഴയ കർസേവകർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം ആഘോഷിച്ച ഭക്തിനിർഭരമായി എല്ലാ കണ്ണുകളും കാതുകളും അയോധ്യയിലേക്ക് ഉറ്റുനോക്കിയിരുന്ന ഒരു ദിവസം. ഇന്ന് അയോധ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. എങ്ങനെ ഇത് സംഭവിച്ചു? ദിവസേന 6 മുതൽ 8 ലക്ഷം രൂപ വരെ വിശ്വാസികൾ സമർപ്പിച്ച കാണിക്കയിൽ നിന്ന് അതിനെ എത്ര മയപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാലും മോഷണം നടന്നിരുന്നു. ഫെബ്രുവരി 2024 അയോധ്യയിലെ ഒരാൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ചിട്ട് അയോധ്യയിൽ വരുന്ന ഡൊണേഷൻസ് അതുവരെ കളക്ട് ചെയ്തത്, ചിലവായത്, ഈ ഡാറ്റ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഹോം മിനിസ്ട്രിക്ക് ഒരു ആപ്ലിക്കേഷൻ അയച്ചു. പാരലി ഉത്തർപ്രദേശ് ഹൈക്കോടതിയിലും ലക്നൗ ബെഞ്ചിലും, ലക്നൗ ബെഞ്ച് അത് ഡൽഹി ഹൈക്കോടതിക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയാണ് ഇയാളുടെ പരാതി പരിശോധിച്ചത്. ഹോം മിനിസ്ട്രി ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഹോം മിനിസ്റ്റർ പറഞ്ഞു, അങ്ങ് ഉദ്ദേശിച്ച ഫെബ്രുവരി 2026 അല്ലേ? അല്ല, 24 തന്നെ, അതായത് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ഉടൻ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ, ഫെബ്രുവരിയിൽ, ഒരു മാസം എന്ന് വെച്ചോളൂ. ജാനുവരിയിൽ പ്രാണപ്രതിഷ്ഠ, അതെ, ഫെബ്രുവരിയിൽ ഈ ആപ്ലിക്കേഷൻ. അതിൻ്റെ എക്സാക്ട് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. എനിവേ ദാറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. അപ്പോൾ ഹൈക്കോടതി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനൊക്കെ നോട്ടീസ് അയച്ചു. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ്? അപ്പോൾ എന്നിട്ട് ഹൈക്കോടതി ഫൈനലി അതിൽ കൊടുത്ത ജഡ്ജ്മെൻറ്റ്, ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റാണ്, അതുകൊണ്ട് പബ്ലിക്കിന് റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ചിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ട്രസ്റ്റിന് വേണമെങ്കിൽ വോളണ്ടിയർലി, ബിക്കോസ് പബ്ലിക് ഡൊണേഷൻസ് ആണല്ലേ വരുന്നത്. ടെക്നിക്കലി പറഞ്ഞാൽ ഡൊണേഷനാണ്, നമ്മൾ വഴിപാട് എന്നൊക്കെ പറയും. ഇപ്പോൾ പബ്ലിക് ഡൊണേഷൻസ് അത് ട്രസ്റ്റിന് വേണമെങ്കിൽ പുറത്ത് വിടാതിരിക്കാം. ഇങ്ങനെ പ്രൈവറ്റ് ട്രസ്റ്റ് നടത്തുന്ന ധാരാളം അമ്പലങ്ങളുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ വരവ് എത്രയാണ് എന്ന് പരസ്യപ്പെടുത്താറുണ്ട്. ബട്ട് വേണമെങ്കിൽ അതറിയാം, ട്രസ്റ്റിലെ മെമ്പേഴ്സിനെ കണ്ട് ചോദിക്കാം. അവർ ചിലപ്പോൾ തരും, ചിലർ തരാതിരിക്കും, കളക്ട് ചെയ്ത് തരും, ഇങ്ങനെയൊക്കെയാണ്. ബട്ട് ഇൻകം ടാക്സുകാരുടെ കയ്യിൽ എല്ലാ വിവരവും ഉണ്ടാകും. ബിക്കോസ് ഇൻകം ടാക്സ് നിങ്ങൾ ഫയൽ ചെയ്തേ പറ്റുള്ളൂ. ഞാനിപ്പോൾ പെട്ടെന്ന് ജാനുവരി 24 എന്ന് പറഞ്ഞപ്പോൾ ഫെബ്രുവരി 24 എന്ന് ഓർത്തതാണ്. ഇതിനുശേഷം ഇപ്പോൾ സംഭവിച്ചത് ജൂൺ 6-ാം തീയതിയാണ് ഈ ഇഷ്യൂ പുറത്ത് വരുന്നത്. ജൂൺ 7-ാം തീയതി നമ്മുടെ ഇയാൾ യാദവ് ഉണ്ടല്ലോ, അവിടുത്തെ പ്രതിപക്ഷ നേതാവ് അഖിലേഷ് യാദവ് ഒരാളുടെ വീഡിയോ ട്വീറ്റ് ചെയ്യുന്നു. ആ വീഡിയോയിൽ അയാൾ പറയുന്നു ഇവിടെ കള്ളത്തരം നടക്കുന്നുണ്ട്.
അത് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്തു, എന്നെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അയാളുടെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിയതിൻ്റെ സങ്കടമാണ് ആ വീഡിയോയിൽ അയാൾ പറയുന്നത്. എനിവേ, ദാറ്റ് ഈസ് ഹൗ പബ്ലിക് കെയിം ടു നോ ഓൺ February 7th. അതിനുശേഷം ഒരുപാട് അലിഗേഷൻസ്, പ്രശ്നങ്ങളൊക്കെ വന്നു. ഈ February 6 മുമ്പ് തന്നെ 2026 ജാനുവരി ഫെബ്രുവരിയിൽ തന്നെ ട്രസ്റ്റിൽ, എസ്പെഷ്യലി ചമ്പത് റായ്ജിക്ക് ഇതറിയാമായിരുന്നു, ഇതിങ്ങനെ നടന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വെച്ചാണെങ്കിൽ നടന്നിരിക്കുന്നത്, ഒരു ദിവസം വാഷ്റൂമിൽ നോട്ടുകൾ കാണുന്നു. ചമ്പത് റായിയെ ഒരാൾ അറിയിക്കുന്നു, വാഷ്റൂമിൽ കുറേ നോട്ടുകൾ ഇരിക്കുന്നു. വാഷ്റൂമിൽ നോട്ട്. അത് പോയി കണ്ടു, ആരാണെന്നൊക്കെ ചോദിച്ചു. കുറേ സംശയങ്ങൾ തോന്നി. അവിടുത്തെ സെക്യൂരിറ്റി പ്ലസ് ലോക്കൽ പോലീസിലെ FIR സംഗതിയൊന്നുമില്ല, ബട്ട് ലോക്കൽ പോലീസിൻ്റെ ഹെൽപ്പ് വാങ്ങിച്ച് ട്രസ്റ്റ് തന്നെ ചമ്പത് റായിയുടെ നേതൃത്വത്തിൽ ഇവരുടെ വീടുകളിൽ സെർച്ച് ചെയ്ത് കിട്ടിയ പൈസ 76 lakhs എന്ന് പറയുന്നു, ചിലർ 66 lakhs എന്ന് പറയുന്നു. ചമ്പത് റായ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഇങ്ങനെ നടന്നു എന്നുള്ളത് വ്യക്തമാണ്. ചമ്പത് റായ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടൊരു എൻക്വയറി നടത്തിയിട്ട് ഇവരുടെ വീടുകളിൽ നിന്ന് ക്യാഷ് പിടിച്ചെടുത്തു. ആൻഡ് നൗ ഐ ആം ഗോയിങ് ടു റിപ്പോർട്ട് ഇറ്റ് ഒഫീഷ്യലി ടു ദി പോലീസ്. അയ്യോ സാർ, ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. സാധ്യമല്ല, ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഇത് ഏൽപ്പിച്ചു, നിങ്ങളിങ്ങനെ ലാർജ് സ്കെയിൽ കള്ളത്തരം കാണിക്കുന്നു, പോലീസിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഈ സ്പോക്ക് ടു മറ്റേ ട്രസ്റ്റി അനിൽ മിശ്ര, മറ്റ് ട്രസ്റ്റിലെ ആൾക്കാരെയൊക്കെ അറിയിച്ചു ഹൗ ടു ഹാൻഡിൽ ദിസ്. ഇമ്മീഡിയറ്റ്ലി റഷിങ് ടു പോലീസ്. അതൊരു വലിയ കോൺട്രവേഴ്സി ആവാതെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണം. ഇത് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നതാണ്. ഒരു വിവാദം എന്ന് പറയുന്നത് ദോഷമായിട്ട് വരും. ഇപ്പോൾ വിവാദമാകാതെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ആലോചിക്കുക. ഇപ്പോൾ സിമിലർ ഒരു സിറ്റുവേഷൻ തിരുവിതാംകൂർ പാലസിലുണ്ടായി കുറച്ച് മാസങ്ങൾ. 2 മാസം അവർ പോലീസിന് റിപ്പോർട്ട് ചെയ്യാതെ, എന്നാൽ അൺഒഫീഷ്യലി അറിയിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ അന്വേഷണം നടത്തി. 2 മാസം കഴിഞ്ഞാണ് പോലീസ് FIR ഇടുന്നത്. അവർക്കും ഇതേ ധർമ്മസങ്കടമായിരുന്നു. ദേനോ ഈ സാധനം കള്ളം പോയി. ബട്ട് ഇത്രയും പഴക്കമുള്ള, ഇത്രയും സെക്യൂരിറ്റിയുള്ള, ഇത്രയും വലിയൊരു അവരുടെ കൊട്ടാരത്തിൽ നിന്ന് ഇത് മോഷണം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപ്പറ്റി ഉണ്ടാകാവുന്ന വിവാദങ്ങൾ, ഇത് ഭയന്നിട്ട് പോലീസിനോട് തന്നെ അവർ പറയുന്നു FIR ഇടാതെ ഒന്ന് ചെയ്യണം. ഫൈനലി FIR ഇടാതെ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നു, FIR ഇട്ടു. ഇപ്പം ഇതിൻ്റെ ഒരു വലിയ രൂപമാണ് അയോധ്യയിൽ നടന്നത്. അതിലാർക്കും ബാഡ് ഇൻറ്റൻഷനൊന്നുമില്ല. FIR എന്തുകൊണ്ടിട്ടില്ല എന്ന് പറയും. FIR ഇത്തരം മോഷണ കേസിൽ, പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ട്രസ്റ്റ് റൈറ്റിങ്ങിൽ കംപ്ലൈൻറ്റ് ചെയ്യാതെ പോലീസിന് FIR ഇടാൻ പറ്റില്ല. ട്രാവൻകൂർ പാലസിൽ ഇത് തന്നെയാണ് സംഭവം. FIR ഇടാൻ പറ്റില്ല അൺലെസ് യു ഗെറ്റ് എ കംപ്ലൈൻറ്റ് ഇൻ റൈറ്റിംഗ്. എൻ്റെ വീട്ടിൽ മോഷണം നടന്നതിൽ ഞാൻ പരാതി പറയാതെ പോലീസിന് ഇടപെടാൻ പറ്റില്ല. ബട്ട് എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലീസിൽ തന്നെ ഒന്ന് നോക്കണം, അത് വിവാദമാകാതെ നോക്കണം. അതിൽ തെറ്റൊന്നുമില്ല. വലിയൊരു ക്ഷേത്രത്തെ ചൊല്ലി വിവാദം ഉണ്ടാകുമെന്ന് അറിയാം, ബട്ട് അതൊന്ന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. ബട്ട് ദെൻ പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല, വിവാദമായി. ഈ ഡാറ്റ എല്ലാം ഈ SITക്ക് കൊടുത്തത് ഇദ്ദേഹമാണ്, ചമ്പത് റായിയാണ്. ഞാൻ ചമ്പത് റായിയെ ഒരു തവണ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു പുല്ലുവ നിലത്ത് വിരിച്ച്, ഒരു ഷീറ്റ്, ബെഡ്ഷീറ്റ് വിരിച്ച്, ഒരു തലയണയും. ഇതാണ് ചമ്പത് റായിയുടെ കിടപ്പുമുറി. വലിയൊരു ഹാളിൻ്റെ ചെറിയൊരു പോർഷൻ, ഏറ്റവും പുറകിലുള്ള ചെറിയ പോർഷൻ കർട്ടനിട്ട് തിരിച്ച് അതിനകത്താണ് പുള്ളി ഉറങ്ങുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിൽ. അപ്പോൾ എന്നോടും പറഞ്ഞു, അവിടെ താമസിക്ക്, ഇത് ഈ പുലുവ കണ്ട് പരിഭ്രമിക്കേണ്ട, നിങ്ങൾക്ക് താമസിക്കാൻ വേറെ മുറികളുണ്ട്, അവിടെ കട്ടിൽ, മെത്ത, ഫാൻ, അത് ഇത് എല്ലാം സംഗതിയുണ്ട്. ഹോട്ടലിൽ നിന്നൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ വരണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വൈകുന്നേരം തിരിച്ചു പോവുകയാണ്. ശരി, ഇനി മേലാൽ വരികയാണെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിൽ വന്ന് താമസിച്ചോളൂ, ഫ്രീ ആയിട്ട്, പ്രശ്നമില്ല. അത്രയ്ക്ക് സിമ്പിൾ ലിവിങ് ആണ് ചമ്പത് റായ്. നൗ ഹി ഹാപ്പൻ ടു ബി ദ ജനറൽ സെക്രട്ടറി ഓഫ് ദ ട്രസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഈ ഭാരം വരും, ഈ ചീത്തപ്പേര് വരും.
ഈ പ്രശ്നങ്ങളൊക്കെ വരും. അദ്ദേഹം എത്ര സിമ്പിളാണോ എന്തുമായിക്കോട്ടെ, ഒരു അൺപ്രൊഫഷണൽ വേയിൽ അവിടുത്തെ കാര്യങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. ഞാൻ ഇടപെടുകയല്ല. ഒന്ന്, ചമ്പത് റായ് എന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞ പോലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് വാദിച്ചു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷൻ അലോക് കുമാർജി കുറച്ച് നാൾ മുമ്പ് ജന ടി വിക്ക് ഒരു അഭിമുഖവും തന്നിരുന്നു. അദ്ദേഹമാണ് ഔദ്യോഗികമായിട്ട് ആദ്യമായി സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടത്. ഞാനിത് ചോദിക്കാൻ കാര്യം, എനിക്ക് ചമ്പത് റായ് അറിയില്ല, നമ്മുടെ പ്രേക്ഷകരിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അങ്ങിപ്പോൾ ചമ്പത് റായിയെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണോ? വൈറ്റ് വാഷ് അല്ല, ദ വേ ഐ നോ ഹിം. ഒന്ന്, അദ്ദേഹത്തിന് ഫാമിലിയോ അങ്ങനെയൊന്നുമില്ല. RSSൻ്റെ പ്രചാരക്കാണ്, വിശ്വ ഹിന്ദു പരിഷത്തിലാണ് പ്രവർത്തിച്ചത്. ഈ പദവിയിലുള്ള ഉള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഈ അയോധ്യ വിധി വന്നിട്ടില്ല, ബട്ട് ഈ പിരിവും സംഗതിയൊക്കെ നടന്നു കഴിഞ്ഞു. അശോക് സിംഗൾ മരിച്ചു കഴിഞ്ഞു. സോ ഓൾമോസ്റ്റ് അന്ന് ചമ്പത് റായ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആണെന്നാണ് എൻ്റെ ഓർമ്മ. ദാറ്റ് വാസ് ഇൻ 2019. കോടതി വിധിയും വന്നിട്ടില്ല, കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ അവസ്ഥയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. എനിക്ക് അദ്ദേഹത്തെ സംശയിക്കാനുള്ള ഒരു ന്യായവും ഞാൻ കാണുന്നില്ല. അതിനുശേഷം വന്ന ഈ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും കോൺട്രവേഴ്സി ആകാതെ ഈ സംഭവം എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് അദ്ദേഹം ശ്രമിച്ചു. ബട്ട് ഇൻവേരിയബിളി പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞപ്പോൾ കോൺട്രവേഴ്സി ആയി. ബിക്കോസ് എവരിബഡി ഹാസ് ഗോട്ട് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്. ഒരു ചോദ്യം കൂടി, അങ്ങ് നേരത്തെ അങ്ങ് പറഞ്ഞതെല്ലാം ടെക്നിക്കലാണ്, പ്രൈവറ്റ് ട്രസ്റ്റാണ്, അവർക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം, വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കാം. 3, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ പരിധിയിൽ ടെക്നിക്കലി വരുന്നില്ല. പക്ഷേ ഇത് കേവലം സാങ്കേതികത്വത്തിനപ്പുറത്തേക്ക് കോടാനുകൂടി ജനങ്ങളുടെ വിശ്വാസം, അവർ അർപ്പിച്ച പലരുടെയും ഒരു ജന്മസാഫല്യമുണ്ട്. ഇത് കണ്ണു നിറഞ്ഞൊഴുകിയവർ എത്രയോ പേരുണ്ട്. കാത്തിരുന്ന് അവിടെ പോയി പരമാവധി പണം സ്വരുക്കൂട്ടി അവിടെ പോവുക എന്നുള്ളത് ആദ്യ ലക്ഷ്യമായി കണ്ടവരുണ്ട്. അവരെ നമുക്ക് ഈ ടെക്നിക്കാലിറ്റി പറഞ്ഞ് വിശ്വസിപ്പിക്കാനാകുമോ? ഇല്ല, ടെക്നിക്കാലിറ്റി പറഞ്ഞ് അവരെ എന്തെങ്കിലും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. നടന്ന സംഭവങ്ങൾ അതിനൊരു വിശദീകരണം വേണമല്ലോ. വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ഇപ്പോൾ എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തില്ല? ഒരു ക്രൈം നടന്നാൽ FIR രജിസ്റ്റർ ചെയ്യണമല്ലോ, ശരിയാണ്. ബട്ട് ഒരു പ്രൈവറ്റ് ട്രസ്റ്റിലെ മോഷണം, അത് FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എഴുതി കൊടുക്കണം. എഴുതി കൊടുത്ത സെക്കൻഡിൽ അവർ FIR ഇട്ടിട്ടുണ്ട് പോലീസ്. എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ഇൻഫോർമലി പോലീസിനെയും ഇൻവോൾവ് ചെയ്ത് നടത്തിയ സെർച്ചും കാര്യങ്ങളുമാണ് ഞാനീ പറഞ്ഞത്. അതിൽ ഞാനിപ്പോൾ ചമ്പത് റായിയെ വെള്ളപൂശേണ്ട കാര്യമില്ല. ചമ്പത് റായിയുടെ പുറകിൽ വലിയൊരു പ്രസ്ഥാനമുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് ഈസ് നോട്ട് എ സ്മോൾ ഓർഗനൈസേഷൻ. അപ്പോൾ പക്ഷേ എല്ലാവരും എടുത്ത നിലപാട് ചമ്പത് റായിയെ കൂടെ ചേർത്ത് നിങ്ങൾ അന്വേഷിച്ചോളൂ. അദ്ദേഹം ഇപ്പോഴും അയോധ്യയിൽ തന്നെയുണ്ട്, ആരും പോയിട്ടില്ല, ട്രസ്റ്റീസ് ആരും പോയിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ 8 പേരെ അറസ്റ്റ് ചെയ്ത് അവർ ജയിലിലുമാണ്. ബട്ട് പൊളിറ്റിക്സിൻ്റെ ഒരു പോക്ക് നോക്കും. ഈ പിടിച്ച ആളിൻ്റെ കൂട്ടത്തിൽ ടിന്നു യാദവ്, രാം ശങ്കർ യാദവ്, പിന്നെ അയാളുടെ അനിയനോ അളിയനോ അങ്ങനെ ആരോ ലവകുശ് യാദവ്, ഇങ്ങനെ 2 യാദവന്മാരുടെ പേര് വന്നു കഴിഞ്ഞപ്പോൾ അഖിലേഷ് യാദവ് ചുവട് മാറ്റിയിട്ട് അഖിലേഷ് യാദവ് പറഞ്ഞു, അങ്ങനെ പോലീസിനെ ഒന്നും അമ്പലത്തിൽ കയറ്റരുത്, അതൊക്കെ ആസ്ഥാ സവാൽ ഹൈ, പൂജാരി ഇവരൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് വരുന്നത് ശരിയല്ല. ഒരു കാര്യം ചെയ്യും, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആരൊക്കെ എത്രയൊക്കെ കാശ് എടുത്തിട്ടുണ്ടോ അത് തിരിച്ചു വയ്ക്കാൻ പറ, പരിഹാരം. ഇത് അഖിലേഷ് യാദവ് ട്വിറ്ററിൽ എഴുതിയതാണ്. സി ഹൗ പൊളിറ്റിക്സ് ഈസ്. അല്ല, യാദവ് എന്നുള്ള പേര് കണ്ടപ്പോഴത്തേക്ക് അഖിലേഷ് യാദവിന്റെ ഈ ശൗര്യമൊക്കെ കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ഇത് യുനോ സി മധ്യപ്രദേശിലെ പ്രേക്ഷകർക്കും അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് ചോദിക്കുന്നത്. ഈ ആരോപണം ഉന്നയിച്ച് പ്രശ്നമുണ്ടാക്കി അഖിലേഷ് യാദവ് തന്നെയാണോ പറഞ്ഞത് ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടിന്റെ നമുക്കിത് പരിഹരിക്കാമെന്ന്? യാദവരുടെ പേര് ഇരുട്ടിൽ പരിഹരിക്കാമെന്നല്ല ഇദ്ദേഹം പറഞ്ഞത്. മോഷ്ടിച്ച ആൾക്കാർ ഇത് തിരിച്ചു വയ്ക്കാൻ അവരോട് ആവശ്യപ്പെടുക. ലൈറ്റ് ഓഫ് ചെയ്ത് നിങ്ങൾക്കൊരു മുറി തരാം, അല്ലെങ്കിൽ ഒരു ഏരിയ,
അവിടെ തിരിച്ചു വയ്ക്കുക. നിങ്ങൾ മാറിക്കഴിയുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്യും. ഇപ്പം നിങ്ങൾ ആരെത്ര വെച്ചു എന്നൊന്നും അറിയാൻ പറ്റില്ല, ആരാണ് മോഷ്ടിച്ചതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു സൊല്യൂഷൻ അഖിലേഷ് യാദവ് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പൊളിറ്റിക്സ് അല്ലേ, പിന്നെയും അദ്ദേഹം മാറുകയൊക്കെ ചെയ്തു. ബട്ട് അദ്ദേഹത്തിൻ്റെ ഈ യാദവ് പ്രശ്നം വേറൊരു സ്ഥലത്തും കൂടെ വന്നു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി BJPയുടെ മോഹൻ യാദവ് ഭൂമി വിൽപ്പന നടത്തി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് വടക്കൻ ഇന്ത്യൻ എക്സ്പ്രസ് വലിയൊരു വാർത്തയും സംഗതിയൊക്കെ കൊടുത്തു. അവിടെയും അഖിലേഷ് യാദവ് മോഹൻ യാദവിനെ പിന്തുണച്ചു. BJP മുഖ്യമന്ത്രിയാണ്. അഖിലേഷ് യാദവ് പറഞ്ഞു, ഒരു യാദവ് മുഖ്യമന്ത്രിയെ പുറത്താക്കാൻ നരേന്ദ്രമോദിയും മോദിയുടെ സംഘവും കൂടെ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ വാർത്ത പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് BJPയുടെ ദേശീയ നേതൃത്വം, നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടുന്ന നേതൃത്വം ഇടപെട്ട് മോഹൻ യാദവിനെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയാക്കിയ മോഹൻ യാദവിനെതിരെ അവർ തന്നെ ഗൂഢാലോചന നടത്തി. ഇയാളെ മാറ്റാനൊരു കാരണം വേണമല്ലോ ഇതുകൊണ്ട്. അല്ലെങ്കിൽ അഖിലേഷ് യാദവ് പറഞ്ഞു, വർഷങ്ങളായിട്ട് ഈ മനുഷ്യൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലായിരുന്നു. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും MLA ആയപ്പോഴും ഒക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മോഹൻ യാദവിൻ്റെ ഉപജീവനം അതായിരുന്നു. ലാർജ് സ്കെയിൽ, അത് വളരെ വലുതായിരുന്നു. 2 കമ്പനിയൊക്കെ വെച്ച് റിയൽ എസ്റ്റേറ്റ് കമ്പനി നടത്തുകയായിരുന്നു മോഹൻ യാദവ്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയായത്. മുഖ്യമന്ത്രിയായ പാടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ കമ്പനികളിൽ നിന്ന് രാജിവെച്ചു, ഡിസോസിയേറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള മനുഷ്യനെ ഇപ്പോൾ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് അഖിലേഷ് യാദവിൻ്റെ ചോദ്യം. എനിവേ, ഇൻ സം ആൻഡ് സബ്സ്റ്റൻസ് അഖിലേഷ് യാദവ് മോഹൻ യാദവിനെ പിന്തുണച്ചു. മോഹൻ യാദവ് BJP മുഖ്യമന്ത്രി ആയിട്ട് പോലും. ഇത് അഖിലേഷ് യാദവിൻ്റെ യാദവ് സ്പിരിറ്റല്ല, പൊളിറ്റിക്സാണ്. യാദവിൻ്റെ കൂടെയാണ് ഞാൻ എന്ന് വരുത്താൻ. അത് കഴിഞ്ഞ് പിന്നെയും മാറി. അങ്ങനെയാണ് അഖിലേഷ് യാദവ് മെല്ലെ പിന്നോട്ടടിക്കുന്നു എന്ന് സംശയം തോന്നിയിട്ടാണ് നമ്മളുടെ അരവിന്ദ് കെജ്രിവാൾ അവിടുന്ന് അയോധ്യയിൽ വരികയും, അരവിന്ദ് കെജ്രിവാളിൻ്റെ നോക്കുക, അരവിന്ദ് കെജ്രിവാൾ ചമ്പത് റായ് എന്നൊരു വാക്ക് പറയുന്നില്ല, യോഗി ആദിത്യനാഥ് എന്ന് വാക്ക് പറയുന്നില്ല, ഈവൻ നരേന്ദ്രമോദി എന്ന് വാക്ക് പറയുന്നില്ല. അരവിന്ദ് കെജ്രിവാൾ അറ്റാക്ക് ചെയ്യുന്നത് അമിത്ഷായാണ്. ത്രൂ ഔട്ട് ഹിസ് സ്പീച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ വീഡിയോ വന്നു. ആ വീഡിയോയിൽ അരവിന്ദ് കെജ്രിവാൾ അമിത്ഷായോടാണ് ചോദ്യം, 5 ചോദ്യം. വാസ്തവത്തിൽ 5 ചോദ്യവും ചേർത്ത് ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ അയോധ്യ ക്ഷേത്രത്തിൽ ഇതുവരെ പോയില്ല? അമിത്ഷാ അങ്ങനെ അങ്ങ് ക്ഷേത്രത്തിലൊന്നും പോകുന്ന ആളല്ല. പോയിട്ടുമുണ്ട്. ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മറ്റും പോയിട്ട്. ഞാൻ പറയുന്നത് എല്ലാവരും അവരവരുടേതായ പൊളിറ്റിക്സ് കളിക്കുന്നു. കോൺഗ്രസ് പ്രതിനിധി സംഘം പാഞ്ഞെത്തി. അവർ പാഞ്ഞെത്തിയതിന് വേറെ കാര്യമുണ്ട്. അജയ് റായിയെ തടങ്കലിൽ വെച്ചിരുന്നല്ലോ, അയാളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറേ കോൺഗ്രസ്സുകാർ അവിടെ പോയിരുന്നു. അയാളൊരു പ്രശ്നക്കാരനാണ് അജയ് റായ്. അയാൾ പ്രശ്നം ഉണ്ടാകും എന്ന് ഭയന്നിട്ടാണ് അയാളെ പോലീസ് തടഞ്ഞു വെച്ചതല്ല, തടങ്കൽ ഡീറ്റെയിൻ ചെയ്തു. അവിടെ ഒരു ഗസ്റ്റ് ഹൗസിലോ വീട്ടിലോ എവിടെയോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയാളെ വിട്ടു, അയാൾ പോവുകയും ചെയ്തു. അപ്പം ശരി, പൊളിറ്റിക്സ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ പോലും സംഭവിച്ച കാര്യം ഇതാണ്. ഇപ്പോൾ FIR ഇട്ടു, 8 പേരെ അറസ്റ്റ് ചെയ്തു. ഇനി ഇത് കണ്ടുപിടിക്കും. ഇനി ഭക്തരുടെ ആംഗിളിൽ നിന്ന് നമുക്ക് നോക്കാം. ഭക്തരുടെ എണ്ണത്തിലോ വഴിപാടിലോ യാതൊരു കുറവും വന്നിട്ടില്ല. അത് അങ്ങനെ വരികയുമില്ല. ശബരിമലയിൽ വലിയ വിവാദം ഉണ്ടായല്ലോ. എന്നിട്ട് ശബരിമലയിലെ വരുമാനം കുറഞ്ഞില്ല, കൂടി. അതിനടുത്ത പിന്നെയും അല്പം കൂടെ കൂടുകയാണ് ചെയ്തത്. സോ ഭക്തരുടെ രാമനിലോ അയ്യപ്പനിലോ ചോറ്റാനിക്കരയമ്മയിലോ ആറ്റുകാലമ്മയിലോ ഉള്ള വിശ്വാസമൊന്നും ആരെങ്കിലും ഒരാൾ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അത് മാറാൻ പോകുന്നില്ല. അത് വലിയ കള്ളത്തരമാകാം, ചെറിയ കള്ളത്തരമാകാം. കള്ളത്തരം നടന്നു, അതുകൊണ്ട് ഞാനിനി അയ്യപ്പനെ തൊഴാൻ പോകില്ല എന്നൊരു ഭക്തനും തീരുമാനിക്കുന്നില്ല. അവർ പിന്നെയും പോകുന്നു. പിന്നെ ശരി, കള്ളത്തരം നടന്നു, അതിന് പരിഹാരമുണ്ടാകും. ഇതാണ്. കൊള്ളയ്ക്ക് ഉത്തരവാദി ആരോ ആയിക്കോട്ടെ. ഇപ്പം ശബരിമല കേസിലും ഞാനിപ്പോൾ പ്രജുലിസോടുകൂടി ഒന്നും പറയുന്നില്ല, അന്വേഷണം നടക്കുന്നു, അത് മറക്കി വരട്ടെ. പക്ഷേ പണ്ടെന്നോ നടന്നൊരു കൊള്ള അതിനൊരല്പം സേഫ് ആക്കാൻ, അല്ലെങ്കിൽ അത് മറച്ചു വയ്ക്കാൻ പിന്നെ ഒരു അഭ്യാസം നടത്തിയെടുത്താണ് അത് പുറത്തു വന്നത്. 1
ഇവിടെ ഇത്രയും വർഷമെടുത്തെങ്കിൽ അങ്ങ് പറഞ്ഞതിന് അനുബന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് ചോദ്യത്തിനപ്പുറം അയോധ്യയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് പുറത്തു വരുന്നു. രണ്ടിടത്തും കള്ളം ചെയ്തവർ പിടിക്കപ്പെടുന്നു എന്നുള്ളത് വിശ്വാസം ഊട്ടിയുറപ്പിക്കും എന്നുകൂടിയാണ് അങ്ങ് പറഞ്ഞു വയ്ക്കുന്നത്. ഇല്ല, കള്ളം നടന്നാലും നടന്നില്ലെങ്കിലും കള്ളനെ പിടിച്ചാലും ഇനി കള്ളനെ പിടിച്ചേ ഇല്ല എന്ന് വെച്ചോ, അപ്പോഴും വിശ്വാസം സുദൃഢമായിട്ട് തന്നെ തുടരും. അതാണ് വിശ്വാസത്തിൻ്റെ കാരണം. അത് വിശ്വാസമാണ്, അതൊരു ലോജിക്ക് വെച്ചുള്ള ഏർപ്പാടല്ല. അവിടെ എല്ലാം ക്ലീനാണ്, മോഷണമൊന്നുമില്ല, കണക്കുകളൊക്കെ ഓഡിറ്റഡാണ്. അതുകൊണ്ട് ഞാൻ ആ ക്ഷേത്രത്തിൽ പോകുന്നു എന്നല്ല. ചോറ്റാനിക്കരയ്ക്ക് പോകുന്നവർ ചോറ്റാനിക്കരയിൽ പോകും. അവിടെ നിന്ന് എന്തെല്ലാം മോഷണം പോയോ അത് പോട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ട് അവർ പിന്നെയും ചോറ്റാനിക്കരയിൽ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഭക്തിയുടെ പ്രത്യേകത. ബട്ട് ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ ശബരിമല കാര്യത്തിൽ ഒരു പൊളിറ്റിക്സ് നടന്നത് കേരളത്തിനുള്ളിൽ മാത്രമാണ്. അയോധ്യയുടെ കാര്യത്തിൽ അയോധ്യയുടെ റീച്ച് വലുതാണ്. വാസ്തവത്തിൽ രണ്ടിടത്തും എമൗണ്ട് ഒന്ന് തന്നെയാണ് കേട്ടോ. 300+ crores ഇവിടുത്തെ വരുമാനം ശബരിമലയിലെ. ഏകദേശം 300+ ആണ് അയോധ്യയിലെ വരുമാനം. എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ബട്ട് ഇമ്പാക്റ്റ് ഈസ് ബിഗർ ഇൻ അയോധ്യ ബിക്കോസ് അയോധ്യ കാറ്റർ ചെയ്യുന്ന ഒരു ലാർജർ ഭക്തജന സംഘത്തെയാണ്. ശബരിമലയിൽ കുറവാണെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ ഉത്തർപ്രദേശ്, ഗുജറാത്ത് മുതൽ ഏകദേശം ബീഹാർ വരെ ഉള്ള ജനസംഖ്യയെ മൊത്തം ആകർഷിക്കുന്ന ഒരു ഏർപ്പാടാണ് അയോധ്യ. ഇവിടെ നമുക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആണ് അയ്യപ്പൻ്റെ ഒരു കാച്ച്മെൻ്റ് ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ ഈ ആസന്നമായ UP അസംബ്ലി തെരഞ്ഞെടുപ്പ് അതൊരു പ്രശ്നം തന്നെയാണ്. സോ എവറി പൊളിറ്റീഷ്യൻ വിൽ ജമ്പ് ഇൻ. അയോധ്യയിലെ ഈ ഡയറക്റ്റായിട്ട് ഈ പണം കട്ടവർ, അവിടെ നിന്ന് കൗണ്ടിങ്ങിനിടയിലോ അല്ലാതെ കൊണ്ടുപോയവർ ഒരു ഏജൻസിയുടെ ജീവനക്കാരായിരുന്നു എന്ന് പറയുന്നു. അത് ബാങ്ക് കോൺട്രാക്റ്റിലെടുത്തതാണെന്ന് ആദ്യം വാർത്ത വന്നു. ഈ കൊടുത്ത ഏജൻസി പറഞ്ഞു ബാങ്കിനാണ് ഞങ്ങൾ കൊടുത്തതെന്ന്. ക്ലീനിങ് സ്റ്റാഫിനെയാണ് ഞങ്ങൾ കൊടുത്തതെന്ന് ഏജൻസി പറയുന്നു. അവരെ കൗണ്ടിങ്ങിനായി നിയോഗിച്ചത് ബാങ്ക് ആണെന്ന് പറയുന്നു. എന്നിട്ട് ബാങ്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അല്ല, ഇങ്ങനെ പല വാർത്തകൾ വരുന്നുണ്ട്. ലക്നോയിൽ ഒരു മിലിറ്ററി സർവീസ് സെൻറ്റർ ഉണ്ടെന്നും അവരാണ് ഈ ലിസ്റ്റ് കൊടുത്തത്. ഇന്ന ആൾക്കാരെ 39 പേരുടെ ലിസ്റ്റ് കൊടുത്തു, അതിൽ നിന്ന് ഇവർ 24 പേരെ എടുത്തു എന്ന് ഒരുപാട് കഥകൾ വരുന്നുണ്ട്. ഞാൻ വെള്ളി കൊടുത്തു, ഞാൻ സ്വർണം കൊടുത്തു, അങ്ങനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊരു എനിക്ക് രസീത് കിട്ടിയില്ല. ഇയാളെന്താ ഈ സ്വർണം കൊടുത്തിട്ട് രസീത് വാങ്ങാതെ പൊക്കളഞ്ഞതെന്താ? അന്ന് കൊടുത്ത ക്ഷേത്രം പണിയുന്നതിന് മുമ്പ് കൊടുത്ത വെള്ളിയാണ്, അതിന് രസീത് കിട്ടിയില്ല എന്ന് ഇപ്പോൾ ശിവസേന പറയുന്നു. ഇങ്ങനെ വൈൽഡ് അലിഗേഷൻസ് ഒരുപാടുണ്ട്. ഇത് തന്നെ ശബരിമല കാര്യത്തിലും സംഭവിച്ചിരുന്നു. ഓർക്കണമുണ്ടോ? ഡി മണി എന്ന് പറഞ്ഞിട്ട് ഒരു പാവം തമിഴിനെ പിടിച്ചുകൊണ്ട് വന്ന് 2-3 ദിവസം തിരുവനന്തപുരത്തിട്ട് വറുത്ത്, അതിൻ്റെ കൂടെ ഒരു പാവം തയ്യൽക്കാരൻ, ആകെ 150 രൂപ മറ്റോ ഒരു ദിവസമായി കിട്ടുന്നത്. ആ മനുഷ്യൻ കൊണ്ടുവന്ന് ഇവിടെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് കാണും, വിഗ്രഹക്കടത്ത് നടത്തി എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ട്. ഈ അലിഗേഷൻ റേസ് ചെയ്ത ആള് ഇപ്പം ആഭ്യന്തരമന്ത്രിയാണ് കേട്ടോ. രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയുടെ ഏതോ കൂട്ടുകാരൻ ഗൾഫിലോ എവിടെയുള്ള ആൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് SITക്ക് എഴുതി കൊടുത്ത് SIT പോയിട്ട് ഈ സാധു തമിഴിനെ പിടിച്ചുകൊണ്ട് വന്നു. അയാളുടെ പേര് മണി എന്നായിപ്പോയി. ഡി മണി, ദാവൂദ് മണി എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ. അപ്പോൾ ഇങ്ങനെ ഈ ഏത് കഥയും ചിലവാകുന്ന ചില സീനുണ്ട്. ഇപ്പോൾ അയോധ്യയിൽ അതാണ്. ഏത് റൂമറും ഇപ്പോൾ എനിക്കിവിടെ ഇരുന്നുകൊണ്ട് ഈ ഇതിലെനിക്ക് പറയാം, പൊളിച്ചെഴുത്തിൽ ഞാൻ 1500 കിലോ സ്വർണം കൊടുത്തിരുന്നു അയോധ്യയിൽ. എനിക്ക് രസീത് തന്നില്ല, ഒന്നും തന്നില്ല. ഉടനെ ബഹളമായി. മോഹൻദാസ് 1500 കിലോ എവിടെ കൊടുത്തു, എന്ന് കൊടുത്തു, ഒന്നും അറിയില്ല. ഏത് അലിഗേഷനും റേസ് ചെയ്യാം, എന്തിനും ഒരു ശകലം വിശ്വാസ്യത വരും. ആളുകൾ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ എന്തും ചിലവാകും. ഈ ഡസ്റ്റ് ഒന്ന് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവും. അങ്ങ് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് 2 കാതലായ ചോദ്യങ്ങൾ കൂടി. ഇതൊരു ചെറിയ പ്രോജക്റ്റ് ആയിരുന്നില്ല.
ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. രാമക്ഷേത്ര നിർമ്മാണം എനിക്ക് തോന്നുന്നു സമീപകാലത്തെ ആർക്കിടെക്ചറൽ വണ്ടറാണ്, കാണാനും അനുഭവിക്കാനുമൊക്കെ. ഇത്രയും വലിയ ഒരു മന്ദിരം പണിതുയർത്തി അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചുമതല ഒരു ട്രസ്റ്റിനെയും ഒക്കെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഒരു പ്രൊഫഷണലിസമോ അക്കൗണ്ടിങ് സംവിധാനമോ റെസ്പോൺസിബിലിറ്റിയോ എന്തുകൊണ്ടുണ്ടായില്ല? ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ചോദ്യങ്ങളാണ്. ഞാൻ പറയാം, ഭൂലോകത്തിലെ ഏറ്റവും വലിയ വിക്രമങ്ങളായിരുന്നു രാമനും ലക്ഷ്മണൻ. മാരീചൻ മാനിൻ്റെ വേഷത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് മനസ്സിലായില്ല? എനിക്ക് ആ സ്വർണ്ണമാനിനെ വേണം എന്നൊക്കെ പറഞ്ഞ് സീത ബഹളം വെച്ചപ്പോൾ രാമൻ ആ തട്ടിപ്പിന് പിന്നാലെ വെച്ച് പിടിച്ചത് എന്തുകൊണ്ട്? എന്നിട്ട് ആ മാൻ നിലവിളിക്കുന്നു, അതിൻ്റെ പിന്നാലെ ലക്ഷ്മണൻ ഓടുന്നു. ആ സമയത്താണ് രാവണൻ സീതയെ കട്ടുകൊണ്ട് പോകുന്നത്. സീത എന്തിന് ലക്ഷ്മണരെ ലംഘിച്ചു? ഇതിനൊന്നും ആർക്കും മറുപടിയില്ല. സംടൈംസ് സംതിങ് ഹാപ്പൻസ്. ഈ ട്രസ്റ്റിലെ ഒരു മെമ്പറിൻ്റെ പേര് ഞാൻ പറയാം, കെ പരാശരൻ. കോൺഗ്രസ് ഭരണകാലത്ത് അറ്റോർണി ജനറലായിരുന്ന മനുഷ്യൻ, രാമക്ഷേത്രത്തിൻ്റെ കേസ് ആർഗ്യൂ ചെയ്ത മനുഷ്യനാണ്. ഇപ്പം 95 വയസ്സുണ്ട്. അദ്ദേഹത്തിന് 91 വയസ്സോ 90 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഈ കേസ് ആർഗ്യൂ ചെയ്യുന്നത്. ഹീസ് എ മെമ്പർ ഓഫ്, ആജീവനാന്ത മെമ്പറാണ് രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ. എന്താ അദ്ദേഹത്തിന് നിയമം അറിഞ്ഞൂടെ? പ്രൊഫഷണലിസം ഇല്ലേ? ആത്മാർത്ഥത ഇല്ലേ? തട്ടിപ്പുകാരനായിരുന്നോ പരാശരൻ? നോ, ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. സോ certain things you don't have any answer, it just happens. അത് എവരിബഡി ഈസ് വൈസ് ആഫ്റ്റർ ആൻ ഇൻസിഡൻറ്റ്. അത് കഴിയുമ്പോൾ പക്ഷേ ഇത് ചെയ്യണമായിരുന്നു, അത് ചെയ്യണമായിരുന്നു, മറ്റേ എന്തുകൊണ്ട് ചെയ്തില്ല? എങ്ങനെ ഒരു ആക്സിഡൻറ്റ് കഴിയുമ്പോൾ നമ്മൾ പറയുമല്ലോ, ഇടതുവശത്ത് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് വലത്തോട്ട് എന്തിനീ ആൾ വെട്ടിച്ചു? ദാറ്റ് ഈസ് കോൾഡ് ആക്സിഡൻറ്റ്. നൗ ആക്സിഡൻറ്റ് ഹാപ്പൻ, നൗ വി ഹാവ് ടു റെക്ടിഫൈ ഇറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബിഗർ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. മുഖ്യധാര മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്ത, യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദിയോട് കണക്ക് തീർക്കുകയാണ്. 1. 2, പണ്ട് മുഖ്യമന്ത്രി ആക്കാൻ ആദ്യം വിമുഖത കാണിച്ച നരേന്ദ്രമോദിയെ അവസരം കിട്ടിയപ്പോൾ യോഗി ആദിത്യനാഥ് ടാർഗറ്റ് ചെയ്യുന്നു. 3, ഈ അയോധ്യ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടവർ ഒക്കെ മോദിയുടെ വിശ്വസ്തരാണ്. അപ്പോൾ പ്രതികാര വാഞ്ചയുമായി യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ. ഇല്ല, അങ്ങനെയാണെങ്കിൽ ആ യോഗിക്ക് ഡേ 1 ഇതിൽ തലയിടാമായിരുന്നു. ബട്ട് ഹി ഡിഡ് നോട്ട്. ഈ പറഞ്ഞ റൈറ്റിങ്ങിൽ ഒരു പരാതി കിട്ടിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹം SIT ഫോം ചെയ്തത്. SIT ഫോം ചെയ്തപ്പോഴും FIR ഇട്ടില്ല. FIR ഇടാതെ പ്രിലിമിനറി എൻക്വയറി നടത്തി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് FIR ഇട്ട് 8 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതൊന്നും ആരെയും എംബ്രാസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഈ യോഗി വരുന്നത് മോദിക്ക് ഇഷ്ടമല്ലായിരുന്നു. ശരി, ഇഷ്ടമല്ലായിരുന്നു എന്ന് വയ്ക്കുക. ഈ 2 പേർക്കും ഒരു കാര്യം അറിയാം, രാമക്ഷേത്രം വെച്ച് മോദിയെ തോൽപ്പിക്കാൻ പറ്റില്ല. എല്ലാവരും ചീത്തയാകുന്നൊരു ഏർപ്പാട് നടത്താമെന്നുള്ളതല്ലാതെ മോദിയെ തോൽപ്പിക്കാനൊന്നും രാമക്ഷേത്രം വെച്ച് സാധ്യമല്ല. മിക്കവാറും യോഗിയായിരിക്കും പരിക്ക് പറ്റുന്നത് എന്നൊക്കെ എല്ലാവർക്കും, ഈ നോബഡി നോസ്. രാം ടെമ്പിൾ നിങ്ങൾ ഒരു വിവാദ വിഷയമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം ആർക്കൊക്കെ വരുമെന്ന് ആർക്കും അറിഞ്ഞു. ഐ ഡോണ്ട് തിങ്ക് അതൊക്കെ ഈ വേണ്ടാത്ത പൊളിറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ് ഇതെല്ലാം. നിങ്ങൾക്ക് അതിനും ഒരു ലോജിക്ക് കണ്ടുപിടിക്കാൻ പറ്റും എല്ലാ തരത്തിലും. ഇപ്പോൾ വിഴിഞ്ഞം സംഭവത്തിൽ സതീശൻ കുറ്റവാളിയാണെന്നും അല്ലെന്നും ഒക്കെ തർക്കിക്കാവുന്ന പോലെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പൊളിറ്റിക്സ് പറഞ്ഞ് തർക്കിക്കുക, അത് നെവർ എൻഡിങ് ആണ്. ബട്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇത് കൂടാതെ ഒരുപാട് പ്രശ്നങ്ങൾ ട്രസ്റ്റ് നേരിടുന്നുണ്ട്. ഇപ്പോൾ ജൂലൈ 16 നടക്കാനിരുന്ന ട്രസ്റ്റ് മീറ്റിംഗ് 3 മാസത്തിലൊരിക്കൽ ട്രസ്റ്റ് കൂടണം. അത് ജൂലൈ 11 പ്രീപോൺ ചെയ്തിട്ടുണ്ട്. കാരണം 15-ാം തീയതി SITയുടെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനു മുമ്പ് ട്രസ്റ്റ് കൂടണമെന്ന് തീരുമാനിച്ചു. ട്രസ്റ്റിൻ്റെ നിയമാവലി അനുസരിച്ച് മിനിമം 10 പേരാണ് ട്രസ്റ്റിലുള്ളത്. അതിൽ 7 പേരെങ്കിലും കോറം ആണ് മിനിമം കോറം. 5 പേര് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് മറ്റു, അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബ്യൂറോക്രാറ്റുണ്ട്, UP സർക്കാരിൻ്റെ ഒരു ബ്യൂറോക്രാറ്റുണ്ട്, പിന്നെ വേറെ ആരോ മാന്യന്മാരൊക്കെയുണ്ട്. ഈ 5 പേർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല.
ബാക്കി 10 പേർക്ക് അവർ ആജീവനാന്ത ട്രസ്റ്റീസാണ്. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. 7 പേര് മിനിമം വേണം. ഇപ്പോൾ 2 പേര് ഇവർ മാറി നിൽക്കണം. ചമ്പത് റായിയും അനിൽ മിശ്രയും രാജിക്കത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ട്രസ്റ്റിൻ്റെ ചെയർമാൻ മഹന്ത് നൃത്യഗോപാൽ ദാസ്, അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. യൂറിനറി പ്രോബ്ലം, പിന്നെ ശ്വാസം എടുക്കാൻ പ്രയാസമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലാണ്. പിന്നെ ഒരാൾ പരാശരൻ, 95 വയസ്സാണ്, റെസ്റ്റിലാണ്. പിന്നെ ഒരാൾ വിമലേന്ദ്ര, അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞ വർഷം. സോ നിങ്ങൾക്ക് കോറം തികയ്ക്കുന്ന കാര്യം തന്നെ ബുദ്ധിമുട്ടാണിപ്പോൾ. 7 പേരെ കിട്ടില്ല, മാക്സിമം 6 പേരെ കിട്ടുള്ളൂ. 6 പേരെ കിട്ടിക്കഴിഞ്ഞാൽ നിയമാവലി അനുസരിച്ച് കോറമായില്ല. റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലും കോറമില്ലാത്തതുകൊണ്ട് ട്രസ്റ്റിന് നഷ്ടപ്പെടും. ഇതൊക്കെയാണ് ട്രസ്റ്റ് നേരിടുന്ന വെല്ലുവിളികൾ. അപ്പോൾ ഇപ്പോൾ ഇവർ ഓൺലൈനിലോ അങ്ങനെ എന്തെങ്കിലും പരാശരനും നൃത്യഗോപാൽ ദാസും പങ്കെടുത്താൽ മാത്രമേ ട്രസ്റ്റിന് കുറച്ചെങ്കിലും കോറം തികച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ ടെക്നിക്കാലിറ്റീസ് ട്രസ്റ്റ് അനുഭവിക്കുന്നു. അപ്പോൾ അതുകൂടാതെ അന്വേഷണം പിന്നെ ഇപ്പോൾ പോലീസിൻ്റെ തലയിൽ പോയതുകൊണ്ട് ട്രസ്റ്റിന് ദേ ആർ ഫ്രീ. അങ്ങനത്തെ ഒരു സന്നിഗ്ധാവസ്ഥയാണ് അയോധ്യയിൽ നിലനിൽക്കുന്നത്. ഏതായാലും കല്ലും നെല്ലും വേഗം തിരിയട്ടെ എന്നും വിശ്വാസികൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ട്രസ്റ്റിനും പുതുക്കി വരുന്ന സംവിധാനത്തിനും കഴിയട്ടെ എന്ന് നമുക്ക്. ഞാൻ അതിൽ ഒരു ചെറിയ കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. ഈ ക്ഷേത്രം വിശ്വാസികൾക്ക് എന്നൊരു മുദ്രാവാക്യം സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഇപ്പോൾ കണ്ടോ, വിശ്വാസികൾ ഏൽപ്പിച്ചപ്പോൾ എന്തായി എന്നൊരു ചോദ്യം പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. ആ ചോദ്യം ചോദിക്കാനുള്ള അവരുടെ അവകാശം ഞാൻ നിലനിർത്തുന്നു. അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. പൊതുവെ ഹിന്ദു വിശ്വാസികളുടെ പ്രിൻസിപ്പിൾ, നമ്മൾ സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്ന് പരാജയത്തെ നേരിടുന്നവരാണ്. പരാജയത്തെ അനലൈസ് ചെയ്യും, അല്ലാതെ പരാജയത്തിൽ നിന്നുകൊണ്ട് സിദ്ധാന്തത്തെ വിലയിരുത്തുകയില്ല. അപ്പോൾ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് എന്നുള്ള സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ സിദ്ധാന്തം നടപ്പിലാക്കിയ സമയത്ത് പരാജയം സംഭവിച്ചു. ആ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു നോക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്യുക, അല്ലാതെ സിദ്ധാന്തം ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് തന്നെ വിട്ടുകൊടുക്കണം. അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ അഴിമതി ഉണ്ടാവാം, വഴക്കുണ്ടായി, ബഹളമുണ്ടായി, കോടതിയിൽ പോയി തല്ലുകൂടി, ഇതൊക്കെ നടക്കും. ഇതൊക്കെ ലോകത്തുള്ളതാണ്. ആ സംഗതികളൊക്കെ വിശ്വാസികളുടെ കയ്യിൽ പോയാലും നടന്നു വരും. ബട്ട് ബേസിക്കലി ദ ഫസ്റ്റ് റൈറ്റ് ഓൺ ടെമ്പിൾസ് അത് ഡിവോട്ടീസിനുള്ളതാണ്. റൈറ്റ്. അങ്ങ് വളരെ നാളുകളായി ഉയർത്തിയിരുന്ന ഒരു വിഷയം, ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ്, ഭരണമെന്ന് ഞാൻ പറയുന്നില്ല, വിശ്വാസികൾക്ക്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം. ഇപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു പക്ഷേ ഏറ്റവും വിശദമായി സംസാരിച്ച ആദ്യത്തെ ആളായിരിക്കും അങ്ങ്. വളരെയധികം നന്ദി.